നമസ്കാരം. യമനിൽ വീണ്ടും യുദ്ധജ്വാല ആളിപ്പടരുകയാണ്. യമനിലെ ഹൈസ് ജില്ലയിൽ വീണ്ടും വെടിവെച്ചുകൾ മുഴങ്ങുകയാണ്. സർക്കാർ അനുകൂല സേനയ്ക്കെതിരെ ഹൂതി വിമതർ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെടുകയും ഇരുപക്ഷവും കടുത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന യമൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇത് മറ്റൊരു സാധാരണ സംഭവം മാത്രമാണ് എന്ന് കരുതാൻ കഴിയില്ല. കാരണം ഈ ആക്രമണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മധ്യപൂർവേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ വീണ്ടും മാറി തുടങ്ങുന്നുവെന്ന രാഷ്ട്രീയ സൂചനകളാണ്. യമനിലെ ഔദ്യോഗിക സർക്കാരിന്റെ ഭാഗമായ സൈന്യത്തിലെ 14 പേർ ഹൂതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹൊദൈദ നഗരത്തിന് തെക്ക് ഹൈസ് ജില്ലയിലെ ജബൽ ദുബാസിലാണ് ആക്രമണം ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ 23 സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അടുത്തിടെ യമനിലുണ്ടായ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണമാണിതെന്ന് രാജ്യത്തെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ചില ഭാഗങ്ങൾ ഹൂതികൾ പിടിച്ചെടുത്തെങ്കിലും ശനിയാഴ്ച പുലർച്ചെയോടെ ശക്തമായ പ്രത്യാക്രമണം നടത്തിയ സൈന്യം ഇവ തിരിച്ചുപിടിച്ചു. ആക്രമണത്തിൽ ഹൂതികളും കൊല്ലപ്പെട്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചുവെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇറാന്റെ ഒരു വിമാനം നിലത്തിറങ്ങുന്നത് തടഞ്ഞെന്നു കാട്ടി സൗദിയുടെ വിമാനത്താവളങ്ങളെ ഉൾപ്പെടെ ലക്ഷ്യം വെക്കുമെന്ന് വെള്ളിയാഴ്ച ഹൂതികൾ ഭീഷണി മുഴക്കിയിരുന്നു. യമൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് സൗദി. 2015 മുതലാണ് ഹൂതികളും സർക്കാരും തമ്മിൽ പോര് തുടങ്ങിയത്. ഇത് ആയിരങ്ങളുടെ മരണത്തിനിടയാക്കുകയും യമനിൽ വലിയ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ 2022 നിലവിൽ വന്ന വെടിനിർത്തലോടെ വലിയ ഏറ്റുമുട്ടലുകൾ ഒട്ടുമിക്കവാറും നിലച്ചിരിക്കുകയാണ്. ഹൂതി വിമതർ ഇന്നൊരു ആഭ്യന്തര സായുധ സംഘം മാത്രമല്ല, ഇറാന്റെ സ്വാധീനമുള്ള പ്രാദേശിക ശക്തിയായി അവർ മാറിയെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളും മേഖലയെ നിരീക്ഷിക്കുന്ന സുരക്ഷാ വിദഗ്ധരും ഒരുപോലെ വിലയിരുത്തുന്നത്. ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ലക്ഷ്യമിട്ട ആക്രമണങ്ങളും ഇസ്രയേലിനെതിരായ മിസൈൽ ആക്രമണങ്ങളും ഹൂതികളുടെ പ്രവർത്തന പരിധി യമന്റെ അതിർത്തികൾ കടന്നുവെന്ന് ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹൈസ് ജില്ലയിൽ നടന്ന ആക്രമണത്തിന്റെ രാഷ്ട്രീയ സന്ദേശം വ്യക്തമാണ്. യമനിൽ സൈനികമായും രാഷ്ട്രീയമായും ഇപ്പോഴും ശക്തമായ സ്വാധീനമുണ്ടെന്ന് ഹൂതികൾ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. സമീപകാല സംഘർഷങ്ങൾക്ക് പിന്നാലെ അവർ ഇപ്പോഴും യുദ്ധശേഷി നിലനിർത്തുന്നുവെന്ന മുന്നറിയിപ്പ് ആഭ്യന്തര എതിരാളികൾക്കും വിദേശ ശക്തികൾക്കും ഒരുപോലെ നൽകാനാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഏറ്റുമുട്ടൽ യമന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ മാത്രമല്ല ബാധിക്കുന്നത്. ചെങ്കടലും ബാബ് അൽ മന്ദബ് കടലെടുക്കും ആഗോള വ്യാപാരത്തിന്റെ നിർണായക പാതകളാണ്. അവിടെയുള്ള ഏത് സൈനിക അസ്ഥിരതയും അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെയും എണ്ണ വ്യാപാരത്തെയും നേരിട്ട് ബാധിക്കാനുള്ള സാധ്യതയുള്ളവയാണ്. അതുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങളും യമനിലെ ഓരോ സൈനിക നീക്കവും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നത്. ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള സ്വാധീന പോരാട്ടത്തിന്റെ പ്രധാന വേദിയായി യമൻ വർഷങ്ങളായി തുടരുകയാണ്. ഒരു ഭാഗത്ത് ഇറാന്റെ പിന്തുണ ലഭിക്കുന്ന ഹൂതികൾ, മറുവശത്ത് അന്താരാഷ്ട്ര അംഗീകാരമുള്ള യമൻ സർക്കാരിന് പിന്തുണ നൽകുന്ന ശക്തികൾ. അതിനാൽ യമനിലെ ഓരോ ഏറ്റുമുട്ടലും ഒരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ വലിയ ജിയോപൊളിറ്റിക്കൽ മത്സരത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സമീപകാലത്തെ പശ്ചിമേഷ്യയിൽ നടന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങൾക്കു ശേഷവും ഹൂതികൾ അവരുടെ സൈനിക പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. മറിച്ച് തങ്ങൾ ഇപ്പോഴും മേഖലയിലെ പ്രധാന സായുധ ശക്തിയാണെന്ന മുന്നറിയിപ്പ് അവർ ആവർത്തിച്ച് നൽകാനാണ് ശ്രമിക്കുന്നത്. ഇതോടെ സമാധാന ചർച്ചകൾ കൂടുതൽ സങ്കീർണമാകാനും യമനിലെ മനുഷ്യാവകാശ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാകാനും സാധ്യതയുണ്ട് എന്നാണ് ആശങ്ക. യമനിൽ മുഴങ്ങുന്ന ഓരോ വെടിയൊച്ചയും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര യുദ്ധത്തിന്റെ ശബ്ദം മാത്രമല്ല, ലോകരാഷ്ട്രീയത്തിന്റെ അടുത്ത നീക്കത്തെ സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് കൂടി ആവുകയാണ്.